ജയിലിലായാൽ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ എന്നിവരെ നീക്കം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന വിവാദ ഭരണഘടനാ ഭേദഗതി ബില്ലിലെ ജെപിസിയുടെ ഭാഗമാകുന്നതിൽ പ്രതിപക്ഷത്ത് ഭിന്നാഭിപ്രായം. ബിൽ പരിശോധിക്കുന്ന ജെപിസിയുടെ ഭാഗമാകേണ്ടെന്ന് ശിവസേന ഉദ്ധവ് പക്ഷവും തീരുമാനിച്ചു. ആർ അച്യുതൻ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, വിവാദമായിരിക്കുന്ന ഈ ഭരണഘടനാ ഭേദഗതി ബില്ല്, അതായത് 30 ദിവസം ജയിലിൽ കടന്നാൽ പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും പുറത്താക്കാനുള്ള ആ ഭേദഗതി ബില്ല്, അതിന്മേൽ ശക്തമായി അതിനെ പൂർണ്ണമായും എതിർത്താണ് പ്രതിപക്ഷം രംഗത്തുള്ളത്. ഈ ബില്ല് നേരത്തെ ജെപിസിക്ക് വിടുകയാണ് ചെയ്തത്. ഈ ജെപിസിയോട് സഹകരിക്കില്ല, അത് ബഹിഷ്കരിക്കാനാണ് ഇപ്പോൾ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ TMCയും ആം ആദ്മി പാർട്ടിയും സമാജ്വാദി പാർട്ടിയും സമാനമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇക്കാര്യത്തിൽ കോൺഗ്രസ് മാത്രമാണ് ഇനി പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ഒരു നിലപാട് അറിയിക്കേണ്ടതുള്ളത്. നിലവിൽ ഇപ്പോൾ കോൺഗ്രസിന്മേൽ കൂടുതൽ സമ്മർദ്ദം കൂടി ഇക്കാര്യത്തിൽ ഉണ്ടാവുകയാണ്. കാരണം ചില പ്രതിപക്ഷ പാർട്ടികൾ ജെപിസിയുമായി സഹകരിക്കാൻ തയ്യാറാകുന്നു എന്ന ചില സൂചനകൾ ലഭിക്കുന്നു. ആ ഘട്ടത്തിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ TMC സമാജ്വാദി ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇതിനെ ബഹിഷ്കരിക്കുന്നു. അങ്ങനെ പൂർണ്ണമായും കോൺഗ്രസ് ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്തായാലും നിലവിൽ ഒരു പൂർണ്ണമായ ഒരു ഐക്യം ചേർന്നുകൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഇക്കാര്യത്തിൽ സ്വീകരിക്കുക. ശരി, ആർ അച്യുതനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.